നിങ്ങളിപ്പോൾ 8-ാം തീയതി ബസ് സമരം നടത്തി. സമരം നടത്തിയതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങളൊരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നലെ നടന്ന ബസ് സമരത്തിൽ 100% വിജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മാത്രം കുറച്ച് പ്രൈവറ്റ് വണ്ടികൾ ഓടിയതല്ലാതെ അത് അവിടുത്തെ പോളിസി അനുസരിച്ചിട്ടാണ് ഓടുന്നത്. അതല്ലാതെ കേരളത്തിൽ ഒറ്റ സ്വകാര്യ ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ജൂൺ 26-ാം തീയതി മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. 8-ാം തീയതി സമരവും 22-ാം തീയതി അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ചർച്ചയ്ക്ക് വിളിച്ച് സമരത്തിന് 2 ദിവസം മുമ്പ് പാലക്കാട് വെച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചർച്ച വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങളുടെ പല ഡിമാൻഡുകളും സർക്കാരിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ആ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഈ പരാതിയെ ഒരു ഉദ്യോഗസ്ഥനെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ആ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് ഇത് എന്നിലാണ് കേസല്ല, ഞാൻ ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അന്ന് അവിടെ പറഞ്ഞു തന്നു. ഒരാഴ്ച ഞങ്ങൾക്ക് സമയം തരണം, നിങ്ങൾ സമയം മാറ്റി വെക്കണമെന്ന്. സമയം എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല. ഒരാഴ്ച സമയത്തിനകത്ത് ഞാൻ അനിശ്ചിത സമയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മന്ത്രിയെടുത്ത് വിഷയങ്ങൾ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രി ഇന്നലെ ഒരു പ്രസ്ഥാനം ഇറക്കി. അത് ശരിയാണോ? എന്തിനാണ് ഞങ്ങളിങ്ങനെ കള്ളന്മാരായി ചിത്രീകരിക്കുന്നത്? ഞങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിദ്യാർത്ഥികളെ ചാർജ് 5 രൂപയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് മന്ത്രി കൊടുത്ത മറുപടി എന്ത്? രാത്രി ഉറങ്ങുമ്പോൾ പരാതി തന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ബസ് ചാർജ് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കേണ്ട വിഷയമാണോ? 2-3 റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ 14 വർഷമായി ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ മുമ്പ് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മന്ത്രിയെടുത്ത് ഞങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മന്ത്രി പറഞ്ഞത് രാത്രി ഉറങ്ങുമ്പോൾ പരാതി കൊടുത്തിട്ട് രാവിലെ ഉണർന്നെണീക്കുമ്പോൾ പരാതി നടപ്പിലാക്കാൻ പറ്റുന്ന വിഷയമല്ല വിദ്യാർത്ഥികൾ. അതായത് നിങ്ങൾ മുൻകൂട്ടി പരാതി തന്നിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ അഭിപ്രായം. ഞങ്ങൾ 14 വർഷമായി കൊടുത്തിട്ടുണ്ട്. ഇതിലെ പുറകെ നടക്കുന്നുണ്ട്. അതിന് മാത്രമല്ല, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നിരാഹാര സമരം അടക്കം ഞങ്ങൾ നടത്തി. അതിന് ഒരു മറുപടി തന്നിട്ടില്ല. പിന്നെ മന്ത്രി പറഞ്ഞ കാര്യം എന്ത്? 5 ലക്ഷം കുട്ടികൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് കിട്ടിയത് 1 ലക്ഷം കുട്ടികൾ മാത്രമേ കേരളത്തിൽ KSRTC ബസ്സിൽ ഓടുന്നത്. ഇത് ഒരു മന്ത്രി പറയേണ്ട വാക്കാണോ? 1 ലക്ഷം കുട്ടികൾ ആണോ കേരളത്തിൽ പഠിക്കുന്നത്? ഈ കേരളത്തിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് ഈ മന്ത്രിക്ക് അറിയില്ലേ? KSRTC 1 ലക്ഷം കുട്ടികളെ മാത്രമേ പോകുന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ലക്ഷം കുട്ടികളെയാണ് ഈ പ്രൈവറ്റ് ബസ് കൊണ്ടുപോകുന്നത് മന്ത്രിക്ക് അറിയില്ലേ? അത് ഞങ്ങൾ വെച്ച ഡിമാൻഡ് എന്നാണ് പറഞ്ഞത്. പിന്നൊരു കേസ് പറഞ്ഞിട്ടുള്ളത് PCC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലും മന്ത്രിൻ്റെ അടുത്ത് ഗുണ്ടകളെ വെക്കണം, മയക്കുമരുന്ന് വിദഗ്ധരെ വെക്കണം, ബലാത്സംഗ വീരന്മാരെ ബസ്സിൽ കയറ്റണം, ജോലിക്ക് നിർത്തണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടതെന്ന്. അപ്പം ഞങ്ങൾ ഡിമാൻഡ് എന്തെന്ന് പോലും മന്ത്രി പഠിച്ചിട്ടില്ല. മന്ത്രി ആ ലെറ്റർ പോലും വായിച്ചിട്ടില്ല. ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് മന്ത്രി ഞങ്ങൾ GPS ഒഴിവാക്കി കൊടുക്കണം, സ്പീഡ് ഗവർണർ ബസ്സിൽ വെക്കാനേ പാടില്ല, ക്യാമറ വെക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഞങ്ങളെ വണ്ടി കേരളത്തിൽ നിന്ന് ഏത് വണ്ടിയിലാണ് ക്യാമറ ഇല്ലാത്തത്? ഏത് വണ്ടിയിലാണ് GPS ഇല്ലാത്തത്? ഏത് വണ്ടിയിലാണ് സ്പീഡ് ഗവർണർ ഇല്ലാത്തത്? പക്ഷേ ഈ GPS ഘടിപ്പിക്കുമ്പോൾ മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിലെ എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലും ഈ GPS-ൻ്റെ റിസൾട്ട് അവിടെ കിട്ടും. അതിൽ പാൻഡമിക് ബട്ടൺ 4 ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ അമർത്തിയാൽ കേരളത്തിലുള്ള എല്ലാ RTO ഓഫീസിലും അലർട്ടായിരിക്കും എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. മന്ത്രി സ്വകാര്യ ബസ്സിൽ നടപ്പിലാക്കിയോ? ആന്റണി രാജു പറഞ്ഞത് ഒരു ക്യാമറക്ക് 5000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. തന്നോ? ഞങ്ങൾക്ക് തന്നോ? മന്ത്രിമാരില്ലേ? എന്നിട്ട് മന്ത്രി പറഞ്ഞത് ഡ്രൈവർമാർ ഉറങ്ങുന്നുണ്ടാ നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്ന് പറഞ്ഞത്. അത് 30,000 രൂപ ബസ് ഓടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തിനാണ് ഈ മന്ത്രി കള്ളത്തരം പറയുന്നത്? മന്ത്രി ഒരു ബസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയല്ലേ? ആ മന്ത്രിക്കറിയാം ആ ബസ് വ്യവസായം എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. മന്ത്രിയുടെ റിലേഷനിൽ പെട്ട ആളുകൾക്ക് സ്വകാര്യ ബസ് ഉടമസ്ഥാവകാശം ഇല്ലേ? ഉണ്ട്.
അത് ഓടിക്കുന്നുണ്ട്. ഉണ്ട് അവരും ഈ പ്രശ്നത്തിൽ മന്ത്രി അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട്. എന്നാലും മന്ത്രി വഴങ്ങുന്നില്ല. ഇല്ല. മന്ത്രിയുടെ പെങ്ങളുടെ മകനാണ് നമ്മുടെ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻറ്റ്. മന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. എന്തിനാണ് ഈ മന്ത്രി ബസ് ഉടമയാണ്, ബസ് ഉടമമാരുള്ള വീട്ടിന് ഉള്ള ആളാണ്, കുടുംബത്തിൽപ്പെട്ട ആളാണ് മന്ത്രി. എന്തിനാ മന്ത്രി വരുമ്പോൾ മന്ത്രി അന്ന് ഈ 17,000 റുപ്യ ബസ്സിന് ടാക്സ് അടിക്കുന്ന സമയത്ത് ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്ത് ഒറ്റയടിക്ക് 50% വർദ്ധിപ്പിച്ച് അതിന് 30,000-ലേക്ക് എത്തിച്ചു ബസ്സിൻ്റെ ടാക്സ് മുൻകാലങ്ങളിൽ. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ ചാർജ് അന്നും വർദ്ധിപ്പിച്ചില്ല. 14 വർഷമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതൊന്നും ചെയ്യാത്ത ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ മന്ത്രി തോന്നുമ്പോൾ സാധാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പോലെ പെരുമാറുന്നത്. ഇന്ന് നിങ്ങളിപ്പിൻ്റെ പത്രത്തിലൊക്കെ കണ്ടിരിക്കുക, മന്ത്രി പറയുന്ന KSRTC ബസ്സിൽ സമരത്തിലില്ല, KSRTC ബസ്സിൽ ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്, ബോണസ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഓടിക്കുമെന്ന്. LDF കൺവീനർ പറഞ്ഞെന്താ? പറ്റൂല എന്ന് പറഞ്ഞു. അവൻ്റെ പണിയെടുത്താൽ മതിയാന്ന് പറഞ്ഞത്. ബസ് മന്ത്രി KSRTCൻ്റെ മന്ത്രിയല്ല LDF കൺവീനർ പറഞ്ഞത്. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, അല്ലാതെ KSRTCൻ്റെ മാത്രം മന്ത്രിയല്ല. അപ്പോൾ ഒരു വശത്ത് KSRTCൻ്റെ മന്ത്രിയല്ല, മറുവശത്ത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നുമില്ല. സ്വകാര്യ ബസ്സിനെ സംരക്ഷിക്കണമെന്ന്, വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി പല രാജ്യങ്ങളിൽ പോയി വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിലവിൽ കേരളത്തിലുള്ള വ്യവസായത്തെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല? ഞങ്ങളിത് 1 രൂപ പോലും സർക്കാരിന് ചെലവില്ലാത്ത ഒരു വ്യവസായമാണ് ഞങ്ങൾ നടത്തുന്നത്. 1 രൂപയുടെ സഹായം സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം 1 രൂപയുടെ ആനുകൂല്യം സ്വകാര്യ ബസ്സിനില്ല. പക്ഷെ സ്വകാര്യ ബസ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയാണ് പൈസ കിട്ടുന്നത്? ഇന്ന് ഇത് സ്പെയർ പാർട്സിൻ്റെ റേറ്റ് എത്ര? ഒരു ടയർ ഇൻസ്റ്റോൾ 3,500 റുപ്യക്ക് ടയർ ഇൻസ്റ്റോൾ ചെയ്താൽ ഇന്ന് 5,500 റുപ്യ കൊടുക്കണം. ഇന്ന് 2 ടയർ മണിക്കണമെങ്കിൽ 50,000 റുപ്യ കൊടുക്കണം. 2 ടയർ വാങ്ങിച്ച ആ ടയർ 3 മാസം മാത്രമേ ഓടുകയുള്ളൂ. പിന്നെ അത് റീത്രെഡ് ചെയ്യണം. റീത്രെഡ് ചെയ്യണമെങ്കിൽ 6,000 റുപ്യ വരെ, 5,500-ഉം 6,000 റുപ്യ വരെയാണ് അതിൻ്റെ ചാർജ്. ഇത് ജനങ്ങൾ അറിയുന്നുണ്ടോ? ഒരു ലീഫ് പൊട്ടിയാൽ, ഒരു ജോയിൻറ്റ് റബ്ബർ പോയാൽ വണ്ടിക്ക് എന്തെല്ലാം പോകാത്തത്? 1 ലിറ്റർ ഓയിലിന് 350 രൂപ എത്തി. 40 റുപ്യ 50 റുപ്യക്ക് വാങ്ങിച്ച ഓയിലാണ്. ഇതിപ്പോൾ KSRTCയിൽ കിടക്കുന്ന കട്ടപ്പുറത്ത് കിടക്കുന്ന ബസ്സുകൾ കണ്ടത് തന്നെ മന്ത്രിക്ക് അറിയാലോ. എന്താ മന്ത്രിൻ്റെ വണ്ടി എന്താ 5,500 വണ്ടി എത്ര വർഷങ്ങളായിട്ട് സർവീസ് നടത്തുന്നുണ്ട്? 5,500 ഓടുന്ന 3,500 എവിടെ പോയി? 15 വർഷം കഴിയുമ്പോൾ വണ്ടി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാസർഗോഡ് നഗരത്തിൽ ഓടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഓടുന്ന പഴയ ബസ്സിൻ്റെ പോയിട്ട് RC പാർട്ടിക്കൽസ് നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ തന്നെ കിട്ടും. പരിവാഹനിൽ പോയെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ നോക്കിയാൽ ആ വണ്ടിയുടെ വയസ്സും ആ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. KSRTCൻ്റെ ഏത് വണ്ടി എടുത്തെങ്കിലും നിങ്ങൾക്കത് കാണാൻ RC ക്യാൻസൽഡ്, CF 2020 തീർന്ന്, ടാക്സ് 2019 തീർന്ന്, അങ്ങനെയുള്ള പഴയ വണ്ടി ഓടുന്നുണ്ട്. ആ വണ്ടി റോഡിൽ ഓടുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകാരെ ഒരു ദിവസം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആ ബസ്സിൻ്റെ സൈഡിൽ കൂടിയിട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ വണ്ടി ഓടിയാൽ അതിന് ഫൈൻ വന്ന് 7,500. അല്ല, റോബിൻ ബസ്സിൻ്റെ ഇഷ്യൂവിൽ RTO പിന്തുടർന്ന് കണ്ടിട്ടില്ലേ? അതെ, എന്തെല്ലാം ചെയ്ത് ഒരു പ്രൈവറ്റ് ബസ് ഇറങ്ങിയാൽ ആ പ്രൈവറ്റ് ബസ്സിൻ്റെ ഉടമ ഭീകരനാണോ? ഈ തൊഴിലാളികൾക്ക് PC സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? ആ തൊഴിലാളി എന്ത് കുറ്റമാണ് ചെയ്തത്? കുറ്റമുള്ള തൊഴിലാളികൾക്ക് ജോലി കൊടുക്കേണ്ട പോലീസ് സ്റ്റേഷനിലല്ലേ രേഖയുള്ളത്? അവനെ കേസിൽ കുടുക്കി കയറണ്ട. സാധാരണക്കാരായ തൊഴിലാളികളെ കംപ്ലീറ്റ് കുറ്റക്കാരാക്കിയില്ലേ? ഇപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ ചുറ്റുവട്ടത്തിൻ്റെ ആൾക്കാർക്കല്ല PC സർട്ടിഫിക്കറ്റിൻ്റെ ഗിരീഷ് നമ്മളുള്ള കേസുണ്ടാന്നല്ലേ ചോദിച്ചത്. അപ്പോൾ എന്നെ ഇതാക്കിയതല്ലേ, എന്നെ അവഹേളിച്ചതല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന്? ഈ PC സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവർ എന്താണ് നേട്ടങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വിവരമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് PC സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊരു മുട്ടാത്താപ്പ് നയമാണ് പറയുന്നത്, ആവശ്യമുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൻ്റെ മന്ത്രി കുറച്ചും കൂടി മാനുഷികമായ പരിഗണന എടുത്തുകൊണ്ട് ബസ്സുകാർ എന്താണ് ആ മെമ്മോറണ്ടത്തിൽ പറഞ്ഞത് ആ കടലാസൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായ രീതിയിൽ
മന്ത്രിസഭ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കണോ? LDF കൺവീനറിന് ബോധ്യമുണ്ട്, അതെ, പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യമുണ്ട്, വിദ്യാർത്ഥികളെ ചാർജ് കൂട്ടണം. കഴിഞ്ഞ ദിവസം അതിൽ തന്നെ വന്നല്ലോ. പ്രതിപക്ഷം എന്ത് പറയുന്നത് ഈ കാര്യത്തിൽ? പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല. പ്രതിപക്ഷക്കാർക്കെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ കൂട്ടേണ്ടതാണ്. പക്ഷേ പച്ചക്ക് പറയാൻ ആരും തയ്യാറല്ല. ഞങ്ങൾ ഞങ്ങൾ അത്ര വലിയ കുറ്റം പറഞ്ഞു. വേറൊരു കാര്യം മന്ത്രി പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പെർമിറ്റ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ പറഞ്ഞത് നിലവിലുള്ള പെർമിറ്റിനെ നിലനിർത്തണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുമാത്രമല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഓരോ ദിവസവും 2 ടൈമിങ്സ് നടത്തണം, ഒരു മാസത്തിൽ 60 ടൈമിങ്സ് നടത്തണം. ഞങ്ങൾ ആവശ്യപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഈ മന്ത്രിക്ക് ഇതേപറ്റി ഒന്നും അറിയില്ലേ? ഒന്ന് RTI ചെയർമാൻമാരെ വിളിച്ചിട്ട് ചോദിക്കണം, ഒരു മാസം എത്ര ടൈമിങ്സ് നടക്കുന്നുണ്ട്. RTI ബോർഡ് മീറ്റിംഗ് കൂടുന്നതന്നെ 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കലാണ് RTI ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിങ്ങിൽ 60% പരിപാടി ഐറ്റംസും ട്രാൻസ്ഫറാണ്. അധിക ഐറ്റംസ് ഉള്ളത്. പിന്നെ കുറച്ച് പെർമിറ്റുകൾ വരും. കച്ചവട താല്പര്യമുള്ള കുറേ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ആ മേഖലയ്ക്ക് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യൂ, വണ്ടി നമ്പർ പോലും ഇല്ലാത്ത അപേക്ഷ കൊടുക്കും. ആ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു വണ്ടി കൊടുത്തിട്ട് റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ട് ആ വണ്ടി കച്ചവടം നടത്തും. അങ്ങനെയുള്ള ഒരു ലോബി കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്നിൻ്റെ ലോബി പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഈ ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കൃത്യമായ രീതിയിൽ MPമാർ ഒരു റൂട്ട് അപേക്ഷിച്ചാൽ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അപേക്ഷ ആർക്ക് വേണം കൊടുക്കുക. ആ കൊടുത്തിട്ടാകുമ്പോൾ ആ MP റൂട്ടിൽ പോയിട്ട് അവിടെ ടൈമിംഗ് ഗ്യാപ്പ് ഉണ്ടോ മന്ത്രി പറയൂ. 10 മിനിറ്റ് ഗ്യാപ്പിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മന്ത്രി മൈക്കിൽ പറയൂ. പക്ഷേ ഒരു RTI ഓഫീസിലേക്ക് അതിൻ്റെ ഓർഡർ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാത്തത്? ഈ 2 ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്ക് 2 ടൈമിങ്സ് വെക്കണം. ടൈമിങ്സ് എന്നത് വെള്ളരിക്കപ്പെട്ട എങ്ങനെയാണ് ടൈമിങ്സ് വെക്കുന്നത്? ആ ടൈമിങ്സ് വെക്കണമെങ്കിൽ ആ റൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഉടമകളും പറഞ്ഞു. ഇത് ദിവസവും RTI ഓഫീസിലേക്ക് വരുന്നത്. ഒരു റൂട്ട് മാത്രമല്ല വരുന്നത്. ഓരോ ദിവസവും ഓരോ റൂട്ട് വെക്കുമ്പോൾ ആ ബസ് പല ജില്ലകളിലും പല റൂട്ടുകളിലും പോകുന്ന ബസ്സുകളാണ്. ഇപ്പോൾ 22-ന് നിങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ സർക്കാർ കൈവിടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഇതൊരു പൊതു സ്വത്താണ്. മന്ത്രി ഇപ്പോൾ അനുകൂല നടപടി സ്വീകരിച്ചില്ല എങ്കിൽ 22-ന് അനിശ്ചിതകാല സമരം അത് ഉറപ്പാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ വഴിക്ക് എത്തിക്കല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇന്നലെ 2 ദിവസമായിട്ട് കേരളത്തിൽ വാഹനങ്ങൾ ഓടുന്നില്ല. ഇന്നലെ ബസ് സമരമായിരുന്നു, ഇന്ന് തൊഴിലാളി സംഘടനയുടെ സമരമായിരുന്നു. ഈ 2 ദിവസമായിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ യാത്ര അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ ഇനി അനിശ്ചിതകാല സമരം വന്നാൽ ഇതേ ഒരു അവസ്ഥയല്ലേ വരാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഇതിന് മര്യാദ കണ്ടെത്തണം. കുട്ടികൾ ആരും ഇതിനെതിരല്ല. കുട്ടികൾ തീർച്ചയായിട്ടും 5 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അവർ അതിനേക്കാൾ വലിയ പൈസയാണ് ചിലവിട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, രാമേന്ദ്രൻ കമ്മീഷൻ, രഘുരാമൻ കമ്മീഷൻ 2 റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് 5 രൂപയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ, ഇന്നത്തെ കാലത്ത് അത് 5 രൂപ വലിയ പണമാണ്. അതുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചിട്ട് ഈ സമരം ഒത്തുതീർപ്പാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ കുട്ടികളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ഈ ഓർഡർ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ നിങ്ങൾ 5 രൂപ കൊടുത്തിട്ട് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. നിങ്ങളുടെ സുരക്ഷയും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ചുമതലയാണ് ബസ് ഉടമയ്ക്കും ബസ് തൊഴിലാളികൾക്കുള്ളത്. കൃത്യമായ രീതിയിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ബസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ബസ്സുകാർ അതിന് യാതൊരു തടസ്സങ്ങളുണ്ടാകില്ല. കുട്ടികളടുത്ത് മോശമായ രീതിയിൽ പെരുമാറില്ല. നിർത്താതെ പോലെ കൃത്യമായ രീതിയിലുള്ള സർവീസ് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ 5 രൂപ കൊടുത്തിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ.